ഇടത് പിന്തുണയോടെ മാഹി അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി അശോക് കുമാർ ഭരണാധികാരിയായ അങ്കിത് കുമാർ മുമ്പാകെ പത്രിക നൽകി. നൂറുകണക്കിന് പ്രവർത്തകരോടൊപ്പം പ്രകടനമായാണ് അശോക് കുമാർ ഗവൺമെന്റ് ഹൌസിലെത്തി പത്രിക സമർപ്പിച്ചത്. ഇലക്ഷൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി അലക്ഷ്യ ഹർജി ഞാൻ ഫയൽ ചെയ്തിരുന്നു. ആ ഹർജിയിലെ ഉത്തരവ് പ്രകാരം 2021 2 പ്രാവശ്യം ഇലക്ഷൻ പ്രഖ്യാപിച്ചെങ്കിലും ഇലക്ഷൻ നടത്തുന്നതിനെതിരെ MLA-മാർ മുഴുവൻ CPIM ഒഴിച്ചുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും 2 കോടതികൾ മദ്രാസ് ഹൈക്കോടതി സുപ്രീം കോടതിയിൽ കേസ് നടത്തുകയുണ്ടായത്. അത് ഇപ്പോൾ അതിൻ്റെ തടസ്സങ്ങളും നീങ്ങി ഓഗസ്റ്റ് മാസത്തോടുകൂടി ഇലക്ഷൻ നടക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ ഒരു ജനാധിപത്യം വരുന്നതിനെതിരെ ഡെമോക്രസിക്കെതിരെയാണ് ഇവിടെയുള്ള മാഹി MLA അടക്കമുള്ള ആളുകൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ കൃത്യമായ കേന്ദ്രവിഹിതം ലഭിക്കുകയും നമുക്ക് മയ്യഴിക്ക് കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്രവിഹിതം ലഭിക്കുന്നതിലൂടെ നല്ലൊരു വികസനം മാഹിയിൽ ഉണ്ടാകാൻ സാധ്യത നടക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മുഴുവൻ വോട്ടർമാരും എന്നെ വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അഡ്വക്കേറ്റ് കെ വിശ്വൻ, M സുരേന്ദ്രൻ, CK രമേശൻ, അഡ്വക്കേറ്റ് നിഷാദ, ഷൈജൻ, V ജനാർദ്ദനൻ, KP നൌഷാദ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. മുൻ MLA രാമചന്ദ്രൻ മാസ്റ്റർ, CPI കേരള സംസ്ഥാന കൗൺസിൽ അംഗം CP ഷൈജൻ, CPI മാഹി ലോക്കൽ സെക്രട്ടറി സിഗേഷ് ഞേറക്കൽ, CPI തലശ്ശേരി മണ്ഡലം സെക്രട്ടറി MS നിഷാദ്, CPI മാഹി ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആന്റണി റോമി, CPM തലശ്ശേരി ഏരിയ സെക്രട്ടറി CK രമേശൻ, CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സുരേന്ദ്രൻ, CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് അഫ്സൽ, LDF മാഹി മണ്ഡലം സെക്രട്ടറി വടക്കൻ ജനാർദ്ദനൻ, ലോക്കൽ സെക്രട്ടറി KP നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി.